അത് വെച്ചിട്ടാണ് ഈ കരാർ പിന്നീട് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്നത് ഒരു ചാരൻ. ചോദിച്ചു, സംശയത്തിനേ ഉള്ളൂ. ട്രാവൻകൂറിന്റെ സർക്കാരിലെ മരാമത്ത് സെക്രട്ടറി ആയിരുന്ന കെ കുരുവിളയും അതുപോലെ അഗ്രികൾച്ചർ ഹെഡിന്റെ സർക്കാർ വക്കീലും ആയിരുന്ന ട്രാവൻകൂറിന്റെ ആണ് JH പ്രിൻസും JC ഖന്യങ്ടൺ ഇവര് 3 പേരും സാക്ഷികളായിട്ട് അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയാം, വെങ്കയ്യൻ ഓക്കെ, അദ്ദേഹം ചാരനാണെങ്കിലും സാക്ഷികളായി 3 പേരോട് ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാറിൽ 3 പേരോട് ഒപ്പുവെച്ചിട്ടുണ്ട്. അവരും കള്ളന്മാരായിരുന്നോ സാർ പറയണം. ഉണ്ടല്ലോ, അവരും കുഴപ്പമായിരുന്നോ? സാക്ഷിയുടെ ഒപ്പമല്ലല്ലോ അതോറിറ്റി. അല്ല, അവരും കുഴപ്പമായിരുന്നോ? അവരത് കാണാതെ ഒപ്പിട്ടതാണോ സാക്ഷികൾ? സാർ, ഞാൻ പറയുന്നത് അത് സാങ്കേതികമായി മനസ്സിലാക്കാത്തത് കൊണ്ടാ. ഇല്ല, കണ്ടിട്ടും വായിച്ചിട്ടും ഒക്കെ തന്നെ ഒപ്പിട്ടത്. പക്ഷേ ഈ ഒപ്പിട്ട വെമ്പകൻ രാമയ്യങ്കാർക്ക് തിരുവിതാംകൂറുമായിട്ട് എന്താണ് ബന്ധം? അയാളുടെ പൂർവ്വജന്മത്തിലോ അയാളുടെ ബാല്യകാല ജീവിതത്തിലോ അയാളുടെ സർവീസ് ആനന്തര കാലഘട്ടത്തിലോ അയാൾ തിരുവിതാംകൂറിലുണ്ടോ? അദ്ദേഹം തമിഴ്നാടുകാരനാണ്. തമിഴ്നാട് ഗവൺമെന്റ് തയ്യാറാക്കിയ ഒരു കരാർ ആയിക്കോട്ടെ, ബ്രിട്ടീഷുകാരനെ തയ്യാറാക്കി. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിലെ തിരുവിതാംകൂറിലെ 3 പേർ അതിനകത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തിരുവിതാംകൂറിലെ 3 പേര് അതിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? രാജഭരണകാലത്ത് രാജാവ് സമ്മതിക്കാതെ എന്തായാലും ദിവാൻ ഒപ്പിടുകയല്ല സാറേ. ഇങ്ങനെയുള്ള സാങ്കേതികത്തെ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല, കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു നിയോഗവുമായി തിരുവിതാംകൂറിൽ വരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയോഗം പൂർത്തിയാക്കി മടങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന് യാതൊരു കമ്മിറ്റ്മെന്റും ഈ നാടിനോടില്ല. ആ കാലഘട്ടത്തിൽ ഈ 80 മുതൽ 1880 മുതൽ 85 ഡിസംബർ വരെ 86 ജനുവരി വരെ, അല്ല 87 ജനുവരി വരെ അദ്ദേഹം ഇവിടെ ദിവാനായിരുന്ന കാലത്ത് കുറെ ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊക്കെ രാജാവിനെ മണിയടിക്കാൻ ചെയ്തതാവാം. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ വിശാഖം തിരുനാൾ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പുവെച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കിയത് അതാരാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞുണ്ടായ കരാറിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയരക്തം വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ സമ്മർദ്ദത്തിൻ്റെയും ഭീഷണിയുടെയും ഫലമായി ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ 48ാമത്തെ വയസ്സിൽ ഉദരസംബന്ധമായ രോഗം കൊണ്ട് വിശാഖം തിരുനാൾ മരണപ്പെട്ടത് എങ്ങനെയെന്നും കൂടി അന്വേഷിക്കേണ്ടി വരും. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ആ വിഷയം ഞാൻ തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ടണലിനെ കുറിച്ച് പറഞ്ഞു. ഈ ടണൽ സാധ്യതയെക്കുറിച്ച് കുറച്ച് നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ജസ്റ്റിസ് KT തോമസ് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തും അല്ലെങ്കിൽ അദ്ദേഹം ഈ ടണലിനെ കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തി. അതിന് നിമിത്തമായത് അദ്ദേഹത്തോട് ഇതിനു മുൻപ് ഈ ടണൽ വാദവുമായി നടക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ജസ്റ്റിസ് KT തോമസിനെ നേരിട്ട് പോയി ചെന്ന് കൺവിൻസ് ചെയ്യിച്ചതാണ്. പക്ഷേ ജസ്റ്റിസ് KT തോമസ് ആ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ടണലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൻ്റെ പ്രതിനിധി പറഞ്ഞു അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് അത് മടക്കിയിട്ട് പിന്നെ അദ്ദേഹം അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇത് ജസ്റ്റിസ് KT തോമസ് തന്നെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, എനിക്ക് ആ നാട് നന്നായി അറിയുന്ന, ഞാൻ കുമളിക്കാരനാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ, ഈ മുല്ലപ്പെരിയാറും അതിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 100ലേറെ തവണ അണക്കെട്ടും അതിൻ്റെ പ്രോപ്പർട്ടികളും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. മുല്ലപ്പെരിയാറിൽ എൻ്റെ കാൽപാത പതിയാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അതിൻ്റെ ഗാലറികളിൽ ഉൾപ്പെടെ, ബേബി ഡാമിൽ ഉൾപ്പെടെ, ഷട്ടറിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നടന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ദൃക്സാക്ഷിയുടെ ഒരു വിവരണമായി കണ്ടാൽ മതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 136 അടിക്ക് താഴെ ഉള്ള ഒരു തുള്ളി ജലം പോലും നമുക്ക് പെരിയാറ്റിലേക്ക് ഒഴുക്കാൻ നിലവിൽ സംവിധാനമില്ല. അതായത് 136 അടിക്ക് മുകളിൽ ജലം വരുമ്പോൾ മാത്രമേ, 136 അടി എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 11 TMC വെള്ളം വരും. ആ 11 TMC വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിനകത്ത് നിൽക്കുമ്പോൾ അണക്കെട്ടിന് എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പെരിയാറ്റിലേക്ക് ജലം ഒഴുക്കി വിട്ട് ആ ഭീഷണിയെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റില്ല. മറുവശം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഇപ്പോഴും കനാലിലൂടെ തന്നെയാണ്. തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ കൂടി കിഴക്കോട്ട് വരുമ്പോൾ അവിടെ ഒരു ഷട്ടർ, അവിടെ നിന്നാണ് ടണൽ ആരംഭിക്കുന്നത്. അവിടെ വരെ കനാലുണ്ട്. ആ കനാലിലൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു സെക്കൻഡിൽ പരമാവധി 2100 കനേഡിയാണ്. ആലോചിച്ച് നോക്കണം, 2100 കനേഡി മാത്രം.
ഇത് ആരംഭത്തിൽ 1350 കനേഡിയായിരുന്നു. രണ്ടാമത്തെ ടണൽ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് 1600 ആക്കി. അത് പവർ ജനറേഷൻ തുടങ്ങിയപ്പോൾ 1600 ആക്കി. അതിനുശേഷം വീണ്ടും കേരളത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായി. 1980 ശേഷമുള്ള ഡാം ബലപ്പെടുത്തലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ടണൽ വീണ്ടും ബോർ ചെയ്ത് 2100 കനേഡി മാക്സിമം ഒരു സെക്കൻഡിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ്. അതേസമയം അണക്കെട്ടിൽ 110 അടി ആയി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഡെഡ് സ്റ്റോറേജ് ആണ്. ഏതാണ്ട് 5035 5 TMC വെള്ളം വരും. ഈ 5 TMC വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഡെഡ് സ്റ്റോറേജ് ആണ്. അത് തമിഴ്നാട്ടിലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല, കേരളത്തിലേക്ക് ഒഴുക്കി കളയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അത്രയും വെള്ളം ഡെഡ് സ്റ്റോറേജ് ആയി കിടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ അടിത്തട്ടിൽ ഡാമിൻ്റെ സ്ട്രക്ചറിൽ 110 അടിക്ക് താഴെയുള്ള ഈ ഡാമേജുകൾ ഇന്നും കണ്ടെത്താൻ പറ്റാത്തത്. ഈ ROV ഉപയോഗിച്ച് അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും അടിത്തട്ടിലെ ഇരുട്ട് കാരണം ക്യാമറയ്ക്ക് ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതൊരു വശം. ഇനി ടണലിൻ്റെ കാര്യം ഞാൻ ബാക്കിയോടെ പറയാം. ഈ 2100 കനേഡി വെള്ളം വളരെ അപൂർവമായിട്ടേ തമിഴ്നാട് കൊണ്ടുപോകാറുള്ളൂ. കാരണം അവർക്ക് 4 പെൻസ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുപോയി അതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 4 പെൻസ്റ്റോക്ക് വഴി കൊണ്ടുപോകാവുന്നത് ഒരു പെൻസ്റ്റോക്കിൻ്റെ കപ്പാസിറ്റി 400 ക്യൂസെക്സ് ആണ്. അതായത് 1600 ക്യൂസെക്സ് വെള്ളം മാത്രമേ അവർക്ക് യൂട്ടിലിറ്റി ഉള്ളൂ. അതിന് അധികമായി കൊണ്ടുപോയാൽ ഈ കുമളി ഈ ടണൽ ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു 4 ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാം കൂടി പണിത് വെച്ചിട്ടുണ്ട്. ആ 4 ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് അപ്പർ ക്യാമ്പ് എന്ന് പറയും. അപ്പർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പെൻസ്റ്റോക്ക് ഒരു ടണൽ നിർമ്മിച്ച് അവിടെ നിന്നാണ് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി പവർ ഹൗസിലേക്ക്, ലോവർ ക്യാമ്പിലെ പവർ ഹൗസിലേക്ക് വിടുന്നത്. വേറൊരു ഡൈവേർഷൻ ഉണ്ട്. അത് എറച്ചിപ്പാലം തോടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്ന ഹൈവേയുടെ ഈ അന്തർ സംസ്ഥാന ഹൈവേ ഉണ്ട്. ആ ഹൈവേ ക്രോസ് ചെയ്ത് ഒഴുകി പോകുന്ന ഒരു തോട്. ആ തോട്ടിലൂടെ അധിക ജലം തുറന്നു വിട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുൻപ് ആ പാലം വരെ തകർന്നു പോയൊരു സംഭവമുണ്ട്. പാലം തകർന്നില്ലെങ്കിൽ അതിൻ്റെ പരിസരം റോഡെല്ലാം തകർന്ന് ദിവസങ്ങളോളം ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ദൃക്സാക്ഷിയായ ആളാണ് ഞാൻ. അപ്പോൾ അത് കാരണം ഇവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്ന വെള്ളത്തിന് പരിധിയുണ്ട്. സാധാരണഗതിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു കഴിയുമ്പോൾ നമ്മുടെ മന്ത്രിമാർ തിരുവനന്തപുരത്ത് ഇരുന്നൊരു പ്രസ്താവന ഇറക്കും, തമിഴ്നാടിനോട് പരമാവധി വെള്ളം കൊണ്ടുപോകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു പരിഹാരമല്ല. എന്താന്ന് ചോദിച്ചാൽ ഒരു സാമാന്യം നല്ലൊരു മഴ പെയ്താൽ 5000 മുതൽ 10000 കനയടി വരെ ഒരു സെക്കൻഡിൽ ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്തും. ആ സമയത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്നത് 2100 കനയടി. ഇപ്പം 136 142 അടി മാക്സിമം കപ്പാസിറ്റി അതിൽ സംഭരണ ശേഷിയിൽ നിൽക്കുന്ന സമയത്ത് 10000 കനയടി വീതം ഡാമിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയും 2100 കനയടി വീതം മാത്രം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ എക്സസ് വരുന്ന വെള്ളം എന്ത് ചെയ്യണം? അത് പെരിയാറ്റിലേക്ക് തുറന്നു വിടണം. ഈ വെള്ളം തുറന്നു വിടുന്നതിന് പെരിയാറ്റിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? ഞങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ എപ്പോൾ ചെയ്യും? ദുരിതാശ്വാസം ചെയ്യുമെന്നോ? ദുരന്തത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾ പെറുക്കാൻ വരുമെന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 1924 അസാധാരണമായ ഫ്ലഡ് ഉണ്ടായി. 99 വെള്ളപ്പൊക്കം. ആ അസാധാരണമായ ഫ്ലഡിനെ നിയന്ത്രിക്കാൻ അന്ന് അവിടെ ഒരു ഡാം സൂപ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാലത്ത് ഈ അണക്കെട്ട് തുറന്നു വിടുന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം അടിച്ച് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ 1924 ജൂലൈ 16, 17 തീയതികളിൽ അസാധാരണമായ ഫ്ലഡ് ഉണ്ടായപ്പോൾ ആർക്കും ഒരു ഇൻഫർമേഷനും കൊടുക്കാൻ സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഡാം സൂപ്രണ്ട് അസാധാരണമായ രീതിയിൽ വെള്ളം തുറന്നു വിട്ടു. അതായത് ഒരു സെക്കൻഡിൽ 89,217 ക്യൂസെക്സ് വെള്ളം. ഒരു സെക്കൻഡിൽ 89,217 ക്യൂസെക്സ്. അളവ് എത്രയുണ്ടെന്ന് വിദഗ്ധന്മാർ, വെള്ളത്തിന്റെ കണക്കറിയാവുന്ന വിദഗ്ധന്മാർ പറയട്ടെ. ഒരു ചെറിയ അണക്കെട്ട് പൊട്ടി വരുന്നതിനേക്കാൾ കൂടുതലുണ്ടാവും. അത് ഒരു സെക്കൻഡിലാണ്. ഈ രീതിയിൽ വെള്ളം തുറന്നു വിട്ടു. എന്നിട്ടും മുല്ലപ്പെരിയാറ്റിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ് ചെയ്തത്. 152 അടി ക്യാരിയിങ് കപ്പാസിറ്റിയുള്ള ഡാമിൽ 153.8 അടി വരെ ജലം ഉയർന്നു. പിന്നെ മഴ കുറഞ്ഞതുകൊണ്ടും ഈ അളവിൽ തുറന്നു വിട്ടതുകൊണ്ടുമാണ് തൽക്കാലം ഡാമിനെ നിലനിർത്തിയത്. അന്ന് തുറന്നുവിട്ട വെള്ളത്തിന്റെ ആ ശക്തിയിലാണ് ആലുവയിലൂടെ കാട്ടാനയുടെ ജട ഒഴുകിപ്പോയത്. അതേസമയത്ത് മൂന്നാറ്റിലും ഫ്ലഡ് ഉണ്ടായിരുന്നു. ഇടുക്കി മുഴുവൻ മഴയായിരുന്നു 99 വെള്ളപ്പൊക്കം. അതുകൊണ്ട് ആ അക്കൗണ്ടിൽ പെട്ടുപോയതുകൊണ്ട് ഇതാരും അറിഞ്ഞില്ല. ഇതുപോലെ തന്നെ 1943 അതിശക്തമായ ഫ്ലഡ് ഉണ്ടായി. അന്ന് ഏതാണ്ട് 1100 മില്യൺ ഘനയടി വെള്ളം തുറന്നു വിട്ടു. അപ്പോഴും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 154.8
വരെ, അതായത് 152 സംഭരണശേഷിയുള്ള അണക്കെട്ടാന്ന് ഓർക്കണം. അതിൻ്റെ മാക്സിമം കഴിഞ്ഞ്, അതായത് അതിൻ്റെ ഡിസൈൻ ലെവൽ എന്ന് പറയുന്നത് 156 അത് കാരണം അത്രയും വന്നതുകൊണ്ട് കവിഞ്ഞൊഴുകിയില്ല. പക്ഷെ ആ നിലയിൽ ഫ്ലഡ് ഉണ്ടായി. ആ ഫ്ലഡ് ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് 1980 ശേഷം നടന്ന ബലപ്പെടുത്തൽ ജോലികളുടെ ഭാഗമായിട്ട് സ്പിൽവേ ഷട്ടറുകളുടെ എണ്ണം കൂട്ടി 10-ൽ നിന്ന് 13 ആക്കിയപ്പോൾ 1,27,000 കനയടി വെള്ളം ഒരു സെക്കൻഡിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടാം. ഈ 1,27,000 കനയടി വെള്ളം തുറന്നു വിട്ടാൽ താഴ്വരയിൽ 4 കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യം വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. അതിൻ്റെ തൊട്ടടുത്ത് മുതൽ വീടുകൾ തുടങ്ങുകയാണ്. ഈ ഇടുക്കി താങ്ങിലോ രണ്ടാമത്തെ കാര്യം, അതിനകത്തും എനിക്ക് വേറെ അഭിപ്രായമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിൽ വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ വരെ ആയിരക്കണക്കിന് വീടുകളും 10,000-കണക്കിന് ജനങ്ങളും ജീവിക്കുന്നുണ്ട്. ഇവരെ ആർക്കും വേണ്ടേ? ഇവരുടെ ആശങ്കകൾ ആർക്കും പ്രശ്നമല്ലേ? ആ പ്രദേശത്ത് ഈ 1 ലക്ഷം എന്തായാലും നമ്മളൊരു വീടിന് ഗേറ്റ് ഉണ്ടാക്കിയാൽ, അല്ല വാതിലുണ്ടാക്കിയാൽ, മതിലിന് ഗേറ്റ് ഉണ്ടാക്കിയാൽ അത് അടയ്ക്കാനും തുറക്കാനും തന്നെയാണ്. അപ്പോൾ അണക്കെട്ടിന് ഷട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും എമർജൻസി വന്നാൽ തുറക്കാനാണ്. ഈ എമർജൻസി വരില്ല എന്ന് ആര് പറഞ്ഞു? ഇന്നലകളിൽ വന്നിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയും അതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കും, പെട്ടെന്ന് തന്നെ തുറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊട്ടി വരും. ആ ഓവർഫ്ലോ ആയാൽ ഈ പറയുന്ന കളിയിൽ കൂടെ ഒന്നും നടക്കുകയില്ല. ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായമൊന്നും അവിടെ വിലപ്പോയൊന്നും വരികയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എത്ര ഈ പെരിയാർ തീരത്ത് എത്ര ഹൈറ്റിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്ന് ഒരു മാർക്കിംഗ് എങ്കിലും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? 1980 ശേഷം ഈ 13 സ്പിൽവേ പണിത് വെച്ചപ്പോൾ അതിന്റെ മാക്സിമത്തിൽ വെള്ളം പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഫ്ലഡ് മാർക്കിംഗ് എങ്കിലും ഉണ്ടോ? ഇല്ല, നടത്തിയിട്ടില്ല. എന്നിട്ടൊരു പ്രസ്താവന, ഇതേ പ്രസ്താവന നടത്തിയ റോഷി അഗസ്റ്റിൻ അന്ന് MLA ആയിരുന്നപ്പോൾ ഈ ഇടുക്കി ചപ്പാത്തിൽ സമരപ്പന്തലിൽ വന്നു നിന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. മന്ത്രിയാകുമ്പോൾ നയം മാറുന്നത് പോലെ അണക്കെട്ടിന് ഒരു നയമാറ്റവും ഇല്ല, പ്രകൃതിക്കൊരു നയമാറ്റവും ഇല്ല. പ്രകൃതി കൂടുതൽ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെ നേരിടാൻ ബോധപൂർവമായൊരു ശ്രമം വേണം. ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് അവസരം തരണം. അതായത് ഇപ്പം നമ്മൾ പറയുന്നു തമിഴ്നാടിന് വെള്ളമില്ല, അണക്കെട്ട് തകർന്നാൽ അവരും അങ്ങ് തകർന്നു പോകും. വെറുതെയാ, നമുക്കറിയാഞ്ഞിട്ടാ ഒരു കണക്ക്. അതായത് 1885 മുല്ലപ്പെരിയാർ, അല്ല 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്നത് വരെ തമിഴ്നാട്ടിലുണ്ടായിരുന്നത് 4 അണക്കെട്ടാണ്. വീരാണം അണക്കെട്ട്, അത് ഏൻഷ്യന്റ് പീരീഡ് കണക്കാക്കിയിട്ടില്ല. ചമ്പാരമ്പാക്കം പല്ലവന്റെ കാലത്ത്, റെഡ് ഹിൽ 1876, ചോലവാരം 1877, പിന്നെ പണിയുന്നത് തമിഴ്നാടിന്റെ എൻ്റയർ ഭൂമിയിൽ പണിതിരിക്കുന്നതാണ്. അതിനുശേഷം 1897 പെരിയാർ അണക്കെട്ട്. ഇന്ന് എത്രയുണ്ടെന്നറിയോ തമിഴ്നാട്ടിലെ അണക്കെട്ട്? 84 അണക്കെട്ട്. അതിൽ തന്നെ മധുര റീജൺ, മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തുന്ന മധുര റീജണിൽ 27 അണക്കെട്ടുകളുണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? മുല്ലപ്പെരിയാർ എന്തെങ്കിലും പൊട്ടിയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന്, സംഭവിക്കരുത് എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി കാഴ്ചപ്പാടുള്ള തമിഴ്നാട് എടുത്തിരിക്കുന്ന മുൻകരുതൽ. എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയാണ് തമിഴ്നാടിന് വെള്ളം നമുക്ക് ജീവൻ. നമ്മൾ തമിഴ്നാടിന്റെ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ ജീവനെ കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. ഇതൊന്നും ഞാൻ മുട്ടലിരുന്ന് എഴുതിക്കൊണ്ടുവന്ന കണക്കല്ല. തമിഴ്നാടിന്റെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് കയറിയ ആർക്കും കിട്ടും ഈ അണക്കെട്ടുകളുടെ കണക്ക്.